ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. प्रभु यीशु मसीह के नाम से आए हुए सभी विश्वासियों को मैं प्रेम का वंदना देता हूँ। കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്നിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. और प्रभु ने और एक दिन हमारे जीवन में जोड़ा है, इतना बड़ा दान दिया, उसके लिए धन्यवाद। നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലായിരുന്നാലും കർത്താവിന്റെ ആത്മാവിനാൽ നാം എല്ലാവരും ഒന്നായിരിക്കുന്നതിനായി ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. और मैं प्रभु को अत्यंत धन्यवाद करना चाहता हूँ कि भले ही हम लोग सब लोग अलग अलग जगहों पर अलग अलग स्थानों पर है, फिर भी हम सब लोग एक आत्मा के द्वारा चलाए जा रहे हैं। കർത്താവിന്റെ കൃപയാൽ നീണ്ട കുറെ വർഷങ്ങൾ ബോംബെ സഭയുമായി ബന്ധപ്പെടുവാനും അനേക സഹോദരി സഹോദരന്മാരുമായി ക്രിസ്തുവിനെ പങ്കിടുവാനും കർത്താവ് എനിക്ക് അവസരം തന്നു. प्रभु का दया से कुछ समय पहले मुझे बॉम्बे कलीसिया के साथ भाइयों के साथ संगति करने, उनके साथ बीच में रहकर संगति में बढ़ने के लिए प्रभु ने मुझे मौका दिया। കൂടി വന്ന എല്ലാവർക്കും ഒരുപക്ഷെ എന്നെ പരിചയമുണ്ട് എങ്കിലും ചില ആളുകൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ എന്നെ അറിയാത്തതായിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം. तो मैं बहुत समय पहले मैं था, इसके लिए ज्यादा लोगों को मैं जानता तो हूँ, परंतु फिर भी कुछ लोग रहेंगे जो मुझे नहीं जानते रहेंगे। അവർക്ക് വേണ്ടിയാണ് വീണ്ടും ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. इसलिए उन लोगों के लिए मैं बस अपने आप को बस इंट्रोड्यूस करा रहा हूँ। ഞാന് ഒരു പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ടില് മിനിസ്ട്രി ചെയ്യുകയും അവിടെ തന്നെ കർത്താവിന്റെ വേലയിലായിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബോംബെയിൽ സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെടുവാനും ബ്രദർ ജയേഷ് മുഖാന്തരം PC മാത്യു ബ്രദർ മറ്റ് എല്ലാ സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെടാൻ കർത്താവ് ഒരു അവസരം ഒരുക്കിയത്. मैं जब बॉम्बे में पेंटेकोस्ट बैकग्राउंड का एक चर्च में जब मैं वहां पर रहते समय में उस समय पर था, मुझे बॉम्बे कलीसिया के भाइयों के साथ खास रीति से जयेश ब्रदर और PC मैथ्यू ब्रदर से मुझे पहचान हुआ। അപ്പോഴാണ് യഥാർത്ഥത്തിൽ സഭ എന്താണ്, സഹോദരങ്ങളുമായിട്ടുള്ള ഐക്യം എന്താണ്, യഥാർത്ഥത്തിൽ ദൈവവചനം എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റി അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും കർത്താവ് സഹായിച്ചു. और उन दिनों में था जब मुझे भाइयों के साथ संगति के द्वारा कलीसिया का महत्व के बारे में, संगति के महत्व के बारे में, प्रभु के बारे में, वचन के बारे में सब बातों का जानकारी संगति के द्वारा मुझे मिलने लगा। അനേക വർഷങ്ങളായി പെന്തക്കോസ്തിൽ ഇരുന്നാലും നമുക്ക് സത്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. और बहुत समय से क्योंकि मैं पेंटेकोस्ट बैकग्राउंड में रहने की वजह से प्रभु का सत्य वचन छुपा हुआ था। അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിലൂടെയും അത് സഭയിലൂടെയും ആണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. और परंतु परमेश्वर है अपना वचन के द्वारा और कलीसिया के द्वारा अपने वचनों को, अपना सत्य को प्रकट करके देता है। ഇപ്പോൾ ഞങ്ങൾ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ആയിരിക്കുകയാണ്. ഇവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. अभी हम लोग परिवार के साथ मैं इधर मदुराई में हूँ और प्रभु का सेवा के विषय में मैं यहाँ पर हूँ। നാഗർകോവിലെ സഹോദരങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. और यहाँ पर रहते समय में हम लोग नागरकोइल कलीसिया के भाइयों के साथ हम लोग संगति कर रहे हैं। സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ആണ് എനിക്ക് മനസ്സിലാവുന്നത് പെന്തക്കോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിനോമിനേഷൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഇത്ര നാളും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നമുക്കൊരു സ്വാതന്ത്ര്യമില്ലായിരുന്നു. അടിമത്തിൽ വീണ്ടും നമ്മൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. तो जब सत्य का बारे में प्रकटीकरण मिला, भाइयों के साथ का संगति का प्रकटीकरण मिलने के द्वारा मुझे मालूम पड़ा कि पेंटेकोस्ट का जो सिस्टम है और ये जो संगठनाओं का सिस्टम है, उसमें मैं कितना समय से मैं गुलामी में फंसा हुआ था। वचन कहता है कि गुलामी में ना फंसो, लेकिन वापस वो दासत्व की गुलामी में पेंटेकोस्ट के सिस्टम की वजह से फंसा हुआ था। എന്നാൽ സത്യം എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. ഞാൻ അതിൽ നിന്ന് വെളിയിലായി. ഇപ്പോൾ
ആ ഒരു ഡിനോമിനേഷൻ സെറ്റപ്പിൽ നിന്ന് വെളിയിൽ വന്ന് കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. परंतु मैं प्रभु को धन्यवाद देना चाहता हूँ कि प्रभु ने मुझे उस तरह का सारा सेटअप और बंधन का अवस्था जो उस संस्था में था, उस सब बातों से, संगठना से मुझे प्रभु ने बाहर निकाला. ഞാൻ ചെറിയൊരു കാര്യം മാത്രം സംസാരിച്ചിട്ട് തുടർന്ന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. मैं बस छोटा सा विषय बांटना चाहता हूँ. റോമർക്ക് എഴുതിയ ലേഖനം നിരൂപം 8-ാം അധ്യായം റോമാലേഖനം पुस्तक 8वां अध्याय അതിന് 18-ാം വാക്യം ഞാൻ വായിക്കാം. उसका 18वां वाक्य इस तरह है. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. 18 पढ़ेंगे. क्योंकि मैं समझता हूँ कि इस समय के दुख और क्लेश उस महिमा के सामने जो हम पर प्रकट होने वाली है कुछ भी नहीं है. നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നെങ്കിലും ഈ ഭൂമിയിൽ ആണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. हम जानते हैं इस दुनिया में हम विश्वासी होकर जीते समय में, परंतु ये भूमि में है हमारा अवस्था. ഭൂമിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകം എന്നുള്ളത് ഈ സാത്താന്റെ അധീനതയിലും സാത്താൻ സൃഷ്ടിച്ചതുമായ ഈ ലോകത്തിലാണ് നമ്മൾ വസിക്കുന്നത് എങ്കിൽ ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭൂമിനെയാണ്. तो भले हम लोग इस भूमि में जीते समय में, परंतु शैतान के हाथ पर अधिकार है ये दुनिया, जहाँ पर शैतान है, जहाँ पूरा दुनिया को चलाता है, उसको नियंत्रण में लगा है. परंतु परमेश्वर ने जब बनाया वो भूमि को बनाया. എന്നാൽ നമ്മൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട് അനേക കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും നമ്മൾ ഈ ലോകവുമായി ബന്ധപ്പെട്ടു പോവാൻ ദൈവം അനുവദിക്കുന്നില്ല. हम लोग भले ही हमारा चाल चलनों में हमें इस दुनिया के सामने रहते समय में ये दुनिया के साथ मिलजुल कर रहने के लिए प्रभु हमको अनुमति नहीं देता. അങ്ങനെ ദൈവം നമ്മളെ ഓരോ ദിവസവും നമ്മൾക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദൈവം ഒരാഴ്ചക്കാലമാണ് നമുക്ക് തന്നത്, ഒരാഴ്ചവട്ടമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. इसलिए प्रभु हमको ये दुनिया में एक समय दिया है. उस समय में हम देखते हैं कि प्रभु एक हफ्ता भर है जो हमें दिया है, हमारे विषय में चला रहा है. ഈ ആഴ്ചകളിൽ നമ്മൾ ഓരോ ദിവസവുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. और इस हफ्ते में एक एक दिन है हम जी रहे हैं. അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. इसके लिए हम लोग भले ही दुनिया में हम लोग जीते समय में एक एक दिन हम लोग प्रभु का महिमा को वाट जोते हुए पाकर हम उसका इंतजार कर रहे हैं. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സകല ലോകവും ഒരു നെടുവീർപ്പോട് കൂടിയാണ് ഇരിക്കുന്നത്. तो इस तरह हमारा इस संसार से हमारा उद्धार होकर हम लोग नया जन्म होकर हम जीते समय में ये हम देखते हैं कि पूरा संसार, ये दुनिया अभी भी एक वेदना में और आहट, जलजलट के आहट में वो जी रहा है. അപ്പോൾ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നെങ്കിലും നമുക്ക് വേണ്ടിയുള്ള വാക്യമാണ്. तो परंतु पौलुस जब बोलते समय में कि मैं ये समझता हूँ कि समय का दुख और क्लेश उस महिमा के सामने जो हम पर प्रकट होने वाला कुछ भी नहीं है, पौलुस ऐसा बोलते समय में ये दरअसल ये वचन हमारे लिए है. നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ ഇതിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുന്നെങ്കിലും നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് നമ്മൾ വിചാരിച്ചു നോക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും അത് സാരമില്ല എന്ന് നമ്മൾ എണ്ണേണ്ടതാണ്. तो इसीलिए जैसे ये तो हमारे जीवन में बहुत सारा तकलीफ, क्लेश, दुख, रोग, बीमारियां ये सब हमारे जीवन में आ तो रहा है, वो सच है, परंतु वो महिमा जो एक दिन हमारे सामने प्रकट होने वाला है उसके सामने ये कष्ट और क्लेश कुछ भी नहीं है. സൃഷ്ടി എന്ന് പറയുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
परंतु और ये जगत पे हम देखते हैं कि ये सृष्टि जो है वो आज भी अभी भी परमेश्वर का पुत्र का प्रकट होने के लिए आज भी वो लोग इंतजार कर रहे हैं. അപ്പം കർത്താവിനെ നമ്മൾ നോക്കുകയാണ്. അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണുന്നു, അവൻ മുന്നറിഞ്ഞവർ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും ഇവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. और 29 और 30 जब पढ़ते समय में वहां पर पौलुस कहता है कि क्योंकि जिन्हें वो पहले से जाना है उनको पहले से ठहराया भी है ताकि उस पुत्र के स्वरूप में हो, ताकि वह बहुत भाइयों के पहलौठा ठहरे. फिर जिसे वो पहले से ठहराया उन्हें बुलाया भी, और जिन्हें बुलाया उन्हें धर्मी भी ठहराया, और जिन्हें धर्मी ठहराया उन्हें महिमा भी दी है. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് കർത്താവ് നമ്മളെ മുന്നറിഞ്ഞത് കൊണ്ട്. इसके लिए हम लोग कितना धन्य लोग हैं, भाग्यशाली लोग हैं. प्रभु ने हमें पहले से ही जाना है. അപ്പൊ ആ പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. तो एक एक दिन प्रभु हमें उस पुत्र के रूप में हमें अनुरूप कर रहा है, उस पुत्र के स्वरूप में हमें बदल रहा है. നമ്മുടെ സ്വരൂപം സാത്താന്റെ സ്വരൂപത്തോട് അനുരൂപമായിരുന്നു എങ്കിലും നമ്മളെ ഇപ്പോൾ ദൈവം പിരിച്ചെടുത്ത് പല ലോകത്തിന്റെ പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിരിച്ചെടുത്ത് ഇപ്പോൾ പുത്രന്റെ രാജ്യത്തിൽ നമ്മൾ ആക്കി വെച്ച് നമ്മൾ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപമാക്കിക്കൊണ്ടിരിക്കുകയാണ്. इसीलिए ये तो एक बात सच था कि एक समय में हम लोग शैतान के अधीन में थे और उसके स्वरूप के लोग थे, परंतु प्रभु ने हमें, मसीह ने हमें छुटकारा देकर हमारा वो पुराना स्वरूप को पिघलाकर उसको खत्म कर मसीह के रूप में अभी अनुरूप कर रहा है. അങ്ങനെ കർത്താവിന്റെ വെളിപ്പെടുന്ന സമയത്ത് നമ്മൾ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ പൂർണ്ണമായും അനുരൂപമാകുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇതെല്ലാം നമ്മളെ മോൾഡ് ചെയ്ത് നമ്മൾ അതിലൂടെ കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. इसीलिए हमें एक दिन जब प्रभु इस दुनिया में प्रकट होगा, उस प्रकट होते समय में हम सब लोग उन्हीं के रूप में हम लोग अनुरूप हो जाएंगे, सब दिखेंगे. इसलिए उस अवस्था में बदल जाने के लिए आज हमारे जीवन में कष्ट और क्लेश के समय ले जा रहा है. उस कष्ट और क्लेश से जब हम लोग जाते हैं समय में हम लोग उस पुत्र के अनुरूप बनते जा रहे हैं. അതിന്റെ 32-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്ന അവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? उसका 32 पढ़ते हैं, जिसने अपने नीच पुत्र को भी न रख छोड़ा परंतु उससे हम सबके लिए दे दिया, वह उसके साथ हमें और सब कुछ क्यों कर न देगा. ആമേൻ. കർത്താവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുകയാണ്. അവനോട് കൂടെ സകലവും തന്നിരിക്കുകയാണ്. तो अगर ये हमें धन्यवाद हो प्रभु का कि उन्होंने अपना नीच पुत्रों को भी रखना छोड़कर हमारे लिए दे दिया है, तो उसके साथ वो बाकी सब कुछ बातें जो हमारा जरूरत का है वो देगा. അതുകൊണ്ട് നമ്മളെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിന്റെ ഐക്യത്തിൽ നിന്നും ഈ ഫെലോഷിപ്പിൽ നിന്നും നമ്മളെ ആർക്കും തകർക്കുവാനോ നമ്മളെ ആർക്കും തളർത്തുവാനോ കഴിയുന്നതല്ല. इसलिए प्रभु का इस प्रेम से, प्रभु का इस एकता से और प्रभु का इस संगति से कोई हमें अलग नहीं कर सकता, कोई हमें रोक नहीं सकता, कोई हमें गिरा कर कमजोर नहीं कर सकता. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. और जिसने हमसे प्रेम किया है उसके द्वारा हम लोग पूर्ण रीति से जयवंत प्राप्त किए, जय हो रहे हैं. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും കർത്താവിൽ ജയം പ്രാപിച്ച് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. इसलिए प्रभु का धन्यवाद हो और प्रभु हमें सहायता करे कि प्रतिदिन हम लोग सब लोग इस जयवंत रूप में हम लोग बनकर, मसीह का उस प्रेम में बनकर इस जयवंत का अनुभव में हम सब लोग बने रहे. आमीन. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവ് നമ്മളെ വിളിച്ചതിലുള്ള ദൈവ ഉദ്ദേശത്തെ കുറിച്ചായിരുന്നു ജോയി സഹോദരൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. प्रभु ने हमें जिस रीति से बुलाया है उस रीति का उद्देश्य के बारे में था भाई ने अभी बात किया.
നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് പുത്രന്റെ രൂപത്തോട് നമ്മളെ ദൈവം അനുരൂപമാക്കുന്നു എന്നുള്ളത്. हम लोग हमेशा सोचने वाला एक विषय है कि हमें पुत्र का स्वरूप में बदलते जा रहे हैं करके. അപ്പൊ ജോജി ബ്രദർ പറഞ്ഞതിൽ കുറച്ചും കൂടെ നമുക്ക് അല്പം കൂടെ അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. इसलिए भाई ने जिस विषय में कहा उससे थोड़ा और आगे बढ़ेंगे. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതിലൂടെ നമുക്ക് ഒരു പരിവർത്തനമോ മാനസാന്തരമോ നമുക്ക് വാസ്തവത്തിൽ ഉണ്ടാകണോ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് വല്ലപ്പോഴും ഒക്കെ കഷ്ടങ്ങൾ ഉണ്ടാകത്തുള്ളൂ. കഷ്ടം മാറുമ്പോൾ പിന്നെയും നമ്മൾ പഴയ രീതിയിലായി പോകും. क्योंकि हमारे जीवन में जब कोई कष्ट आता है, तब तकलीफ आता है, तो परमेश्वर का ये इच्छा नहीं कि हमारे जीवन में कुछ परिवर्तन हो, कुछ बदलावट हो. क्योंकि उसका अवस्था क्या है, थोड़े देर के लिए हमें कष्ट होता है, उसके बाद क्या वापस हम लोग स्वाभाविक जीवन में आ जाते हैं. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പരിവർത്തനം എന്ന് പറയുന്നത് ഓരോ ദിവസവും യേശുക്രിസ്തു നമ്മളെ വില കൊടുത്ത് വാങ്ങി പാപക്ഷമ കിട്ടാൻ വേണ്ടി യേശുവിന് അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങളുടെ പരിജ്ഞാനമാണ് നമുക്ക് മാനസാന്തരവും തകർച്ചയും ഉണ്ടാക്കുന്നത്. बल्कि हमारा मन का हमें सबसे बड़ा बात, हमारा मन का परिवर्तन इस बात में होना चाहिए कि प्रभु ने हमें मूल दाम देकर हमें खरीद कर हमें पाप से मुक्त दिया. उसके लिए प्रभु को कष्ट सहना पड़ा. ये बात सोचकर हमें विलाप और दुख होकर प्रभु की उपस्थिति में हमें समर्पण करना है. यही एक सच्चा भक्त का जीवन है. യേശുക്രിസ്തുവിന് ഉണ്ടാകേണ്ടിയ അല്ലെങ്കിൽ പാപപരിഹാരത്തിന് നീതി നിവർത്തിക്കാൻ, ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ യേശുക്രിസ്തു ന്യായപ്രമാണം നിവർത്തിക്കുമ്പോൾ ക്രിസ്തുവിന് ഉണ്ടാകേണ്ട കഷ്ടങ്ങൾ നേരത്തെ പ്രവാചകന്മാർ മുഖാന്തരം നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം നിവൃത്തിയാകണം. तो हमें व्यवस्था से छुटकारा देने के लिए, पाप से छुटकारा देने के लिए जो व्यवस्था की बातें लिखा गया था, वो हमारे शरीर का बलहीनता के कारण उसको पूरा नहीं कर सकता था, परंतु प्रभु ने उसको पूरा किया. उस बात को पूरा करते समय में प्रभु को बहुत सारे कष्ट क्लेश सहना पड़ा. उस कष्ट और क्लेश के बारे में पहले से ही भविष्यवक्ताओं ने बताया था. वो भविष्यवाणी को पूरा होना जरूरी था. അപ്പൊ യേശുക്രിസ്തുവിന് എന്തെല്ലാം കഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ദൈവനിശ്ചയവും ദൈവഹിതവും നേരത്തെ തന്നെ ദൈവം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. तो प्रभु के ऊपर आया हुआ जो भी कष्ट, जो भी तकलीफ था, वो पहले से परमेश्वर की इच्छा के अनुसार था और पहले से ही बताया हुआ बातें था. നമുക്ക് നമ്മളോടുള്ള കഷ്ടങ്ങൾ പലപ്പോഴും നമ്മുടെ അബദ്ധങ്ങൾ നിമിത്തം, നമ്മുടെ ബുദ്ധിയില്ലായ്മ നിമിത്തം, നമ്മള് ദോഷം ചെയ്തിട്ട് അടി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നത്. परंतु हमारा कष्ट का विषय में जब आते समय में ज्यादा भी करके हमारा गलती की वजह से है, हमने कुछ भूल किया होगा या हमने कुछ गलती करने की वजह से उसका जो ताड़ना है उसके वजह से आता है हमारे ऊपर कष्ट. എന്നാൽ യേശുവിന്റെ കഷ്ടം അങ്ങനെയല്ല. യേശുവിന് എന്തേലും പെശക് പറ്റുകയോ അബദ്ധം പറ്റുകയോ ചെയ്തില്ല. നീതിമാനായ യേശുക്രിസ്തുവിനെ ഒരു വിധത്തിലും കഷ്ടം അനുഭവിക്കേണ്ട കാര്യമില്ല. परंतु यीशु मसीह का विषय में जब उसके ऊपर कष्ट आया, बोलते समय में ऐसा नहीं था कि यीशु ने कुछ गलती किया, उसने जिसकी वजह से उसके ऊपर विपत्ति आया, ऐसा, क्योंकि यीशु मसीह ने जीवन में कोई भी गलती नहीं किया था. നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായത്. ദാവീദ് ചെയ്ത പാപത്തിന്റെ എഫക്റ്റ് ആയിട്ട് അബദ്ധങ്ങൾ നിമിത്തം പല കഷ്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. हम देखते हैं कि दाऊद के जीवन में भी देखो बहुत सा कष्ट आया, परंतु वो कष्ट का कारण कौन था? दाऊद खुद गलती कर बैठा था. उस गलती की वजह से उसको उस कष्टों से जाना पड़ा. എന്നാൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ കഷ്ടം കാണാൻ വേണ്ടിയിട്ട് ദൈവം ഒരുപക്ഷെ നമ്മളെ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടും. കാരണം യേശുക്രിസ്തുവിന്റെ കഷ്ടതയ്ക്ക് മാത്രമേ നമുക്ക് വിശുദ്ധിയും നീതിയും നിവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ യോഗ്യരാക്കാൻ കഴിയുകയുള്ളൂ. परंतु हमें प्रभु यीशु मसीह का कष्ट को जानने के लिए, समझने के लिए प्रभु कभी कभी हमें कष्ट से गुजारेगा. क्योंकि हम जब कष्ट से जाते समय में प्रभु यीशु मसीह का कष्ट को देखेंगे तो उस कष्ट, प्रभु यीशु मसीह का कष्ट में हमें शुद्धता, धार्मिकता, पवित्रता का अनुभव में हम लोग आ सकते हैं. അപ്പം കർത്താവിന്റെ കഷ്ടത എന്ന് പറയുന്നതിലേക്ക് നമ്മള് ഹോളി സ്പിരിറ്റ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ മനസ്സ് തകരും. നമുക്ക് എനിക്ക് വേണ്ടിയാണല്ലോ ക്രിസ്തു ഇങ്ങനെ തകർന്നതെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ രൂപാന്തരം വരുന്നത്. യേശുവിന്റെ രൂപത്തോടെ ദൈവസ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത്. तो इसके लिए जब हमारे जीवन में जब वो कष्ट को देखते आते समय में पवित्र आत्मा क्या करता है, वो हमें मसीह का कष्ट के बारे में बताता है. मसीह का कष्ट क्या हुआ, किस रीति से मसीह को कष्ट सहना पड़ा, उसका कारण मैं हूँ. मसीह को मेरे वजह से कष्ट सहना पड़ा, दुख सहना पड़ा. ये बात का याद जब बातें प्रभु का आत्मा जब हमें प्रकट करते समय में, तब हमारे जीवन में भक्ति और पश्चाताप और विलाप उमड़ कर आता है. നമുക്ക് അവിടെ യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായം 52 മുതല് നമ്മൾ വായിക്കും. 52ന്റെ 13 മുതല് 53 അധ്യായം മുഴുവനും ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളുടെ ഒരു ചെറിയൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്.
हम लोग ऐसाया का पुस्तक 53 में वहां पर प्रभु के ऊपर आने वाला क्लेश के बारे में पूरा वहां पर बताया गया है. അപ്പോൾ ഇത് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനുണ്ടാകേണ്ട മനോഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പഴയ നിയമത്തിൽ നമ്മൾ ഒരു ആടിനെ കൊല്ലുമ്പോൾ, പാപപരിഹാരത്തിന് ആടിനെ കൊല്ലുമ്പോൾ തൊലി ഇരിച്ച് അതിന് എന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. तो इसलिए ये बात को देखते समय में हमें एक बात समझना है. पुराने नियम में जब भी एक बकरे को या एक मेमना को जब उसका चमड़ा हलाल निकालते समय में वो लोग उस वध करने से पहले उसका चमड़ा निकाल कर उसके अंदर कुछ भी कमियां खराबी है क्या देखते हैं. അത് യേശുക്രിസ്തു കഷ്ടങ്ങളിലൂടെ പോയപ്പോൾ യേശുക്രിസ്തുവിന്റെ അന്തർഗതം അല്ലെങ്കിൽ അന്തർ മനോഭാവങ്ങൾ എന്തായിരുന്നു എന്ന് ദൈവം റീഡ് ചെയ്യുകയാണ്. കാരണം എന്തെങ്കിലും നിലയിൽ പിറുപിറുക്കുകയോ എന്തിനാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത് എന്ന് ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്താൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യേശുക്രിസ്തുവിന്റെ വർക്ക് പെർഫെക്റ്റ് ആകാത്തത് കൊണ്ട് ആകത്തില്ല. അതിനാണ് അപ്പൊ അങ്ങനെ ഒരു കുറവും ഉണ്ടാകാത്ത വ്യക്തിയാണ് യേശുക്രിസ്തു. എന്നാൽ നമ്മൾ അങ്ങനല്ല. നമ്മൾ പിറുപിറുക്കുകയും ഇന്ന ആള് നിമിത്തമാണ് ഇങ്ങനെ ദോഷം ഉണ്ടായതെന്ന് നമ്മൾ അന്യോന്യം പറയുകയും ഒക്കെ ചെയ്യുന്ന നിലയിലാണ് നമ്മൾ കഷ്ടം. അപ്പോൾ യേശുവിന്റെ കഷ്ടത മാത്രമാണ് നമുക്ക് രൂപാന്തരത്തിന് ദൈവം കാരണമാക്കുന്നത്. इसके लिए यीशु मसीह को जब कष्ट और विपत्ति और क्लेश से जाते समय में पिता परमेश्वर यीशु मसीह का अंदरूनी भागों में परख रहा था, देख रहा था कि यीशु मसीह कुड़कुड़ाहट करेगा क्या इतना बड़ा कष्ट क्यों आया, विलाप क्यों आया करके यीशु मसीह ऐसा बोलेगा क्या. ये बात जांचने के लिए था यीशु मसीह को कष्ट जाते समय में. तो हम देखते हैं कि परमेश्वर के नजर में सिर्फ एकमात्र ऐसा व्यक्ति है जब कष्ट आते समय में ऐसा कोई कुड़कुड़ाया नहीं. यदि यीशु अगर कुड़कुड़ाता था तो हमारे लिए योग्य बलिदान नहीं ठहरता था. इतना सिद्ध और महान है प्रभु यीशु मसीह जो हमारे लिए इतना कष्ट सहकर वो पूर्तिकरण में आया. परंतु हमारा विषय में देखा जाए तो हमारे ऊपर कष्ट और क्लेश आएगा तो हम तुरंत क्या बोलते हैं, अरे उसके वजह से आया, उसके वजह से आया बोलकर कुड़कुड़ा कर हम लोग गिर जाते हैं. കർത്താവിന്റെ കഷ്ടതയിൽ ഒന്നും കർത്താവ് ദൈവമേ ഈ കഷ്ടത നീങ്ങി തരണമെന്നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് അന്വേഷിച്ചില്ല. നമ്മൾ പലപ്പോഴും ഷോർട്ട് കട്ട് അന്വേഷിച്ചിട്ടും സാധിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഷോർട്ട് കട്ട് നമ്മൾ കൊണ്ടുവരും. तो इसके लिए प्रभु जब पर कष्ट आया वो कभी आसान रास्ता नहीं ढूंढा कि बच निकल कर बाहर निकल जाओ, ऐसा आसान रास्ता कभी नहीं ढूंढा. परंतु हमारे जीवन में कष्ट आते समय में हम लोग हमेशा आसान रास्ता ढूंढते हैं, जल्दी से बाहर निकलने का कोशिश करते हैं, बाहर नहीं निकलकर और भी कष्टता में गिर जाते हैं. എന്നാൽ യേശുക്രിസ്തു ക്ലൈമാക്സ് ഇല്ലാതെ എൻഡ്യൂർ ചെയ്തു. എന്നാൽ കഷ്ടങ്ങളിൽ അവന് സഹിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനമായ വിഷയം. परंतु यीशु मसीह का खासियत ये था कि यीशु मसीह ऐसा व्यक्ति था उसने अंत तक सारा कष्टों को उसने सह लिया. അപ്പോൾ നമ്മള് യശയ്യാവിന്റെ പുസ്തകം 53 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ശിക്ഷിച്ചും ഇരിക്കുന്നു എന്ന് നാം വിചാരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. तो ऐसाया का पुस्तक 53 में हम लोग पढ़ते समय में वैसा पढ़ते समय में हमें ऐसा वहां पर पढ़ते हैं कि हमें ऐसा लगा कि पिता परमेश्वर ने उसको खंडन किया, उसको मारा, उसके ऊपर सताया. അതായത് നമ്മൾ 53ന്റെ 4ാം വാക്യത്തിൽ വായിക്കുമ്പോൾ उसका वाक्य 4 पढ़ेंगे. निश्चय उसने हमारे रोगों को सह लिया और हमारे ही दुखों को उठा लिया, तो भी हमने उसे परमेश्वर का मारा कूटा और दुर्दशा में पड़ा हुआ समझा. ഇവിടെ നമ്മുടെ വേദനകളൊന്നും നമ്മൾ വായിക്കുന്നു, നമ്മുടെ രോഗങ്ങളൊന്നും നമ്മുടെ വേദനകളൊന്നും നമ്മൾ വായിക്കുന്നു. ഈ രോഗം എന്ന് പറയുന്നത് പാപമാണ്. വേദന എന്ന് പറയുന്നത് നരകത്തിൽ പോയാൽ ഒരാൾ അനുഭവിക്കേണ്ട വേദനയാണ്. കാരണം ധനികനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന് യാതനാ സ്ഥലത്ത് പോയി ഞാനിവിടെ വേദന അനുഭവിക്കുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ വേദനയാണ് യേശു അനുഭവിച്ചത്. അപ്പൊ നമ്മുടെ കഷ്ടങ്ങൾക്കൊന്നും ആ വേദനയെ പരിഹരിക്കാൻ കഴിയുകയില്ല. तो यहाँ पर देखो 2 शब्द वहां पर बोला, हमारे रोग और हमारे दुख बोला गया है. हमारा रोग मतलब क्या है, वो रोग पाप को दिखाता है, और हमारा दुख यानी कि वो दुख और वेदना जब एक व्यक्ति को, पापी मनुष्य को नरक में जाने के बाद मिलने वाला है. उदाहरण में वो जब धनवान व्यक्ति यातना स्थल पे गया तो वो बोलने लगा, देखो मुझे बहुत दुख और वेदना यहाँ पर हो रहा है. तो हमारा दुख और क्लेश से कभी भी हमको तकलीफ से हम लोग को कभी भी ये रोग और वेदना से हम बच नहीं सकते. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തത് കൊണ്ടല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. കാരണം പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ പരിഹാരം യേശുവിന്റെ കഷ്ടതയിൽ മാത്രമേ ദൈവം പരിഹരിക്കുകയുള്ളൂ. तो हम लोगों ने कोई पाप किया इसके लिए हमारे ऊपर विलाप आया, क्लेश आया, इसलिए दुख आया है, ऐसा नहीं सोचना. क्योंकि पाप का हल हमको मिला क्यों? क्योंकि यीशु मसीह ने कष्ट सहा. मैंने कष्ट सहकर पाप का हल मिला, ऐसा कभी नहीं है. ദൈവം നമുക്ക് ബാലശിക്ഷ തരുന്നത് പോലും നമ്മൾ ചെയ്ത പാപത്തിന് ശിക്ഷയല്ല. ദൈവം നമ്മളെ ക്രിസ്തുവിന്റെ യാഗത്തിലേക്ക് നോക്കാൻ ദൈവം തടസ്സങ്ങൾ നമുക്ക് മുന്നേ പോകാതെ, നമ്മുടെ ഇഷ്ടത്തിൽ നടക്കാതെ നമ്മൾ ക്രിസ്തുവിന്റെ യാഗത്തിലേക്ക് നോക്കാൻ ദൈവം ഇടപെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാലശിക്ഷ. और यहाँ तक कि ताड़ना का विषय में भी आते समय में वो इसके वजह से नहीं कि मैंने कुछ पाप किया है, बल्कि वो इसलिए है कि प्रभु यीशु मसीह ने जो मेरे लिए दुख सहा, जो वेदना सहा,
वो बात का सही बात को पहचानने के लिए, प्रभु को बात को समझने के लिए प्रभु हमको ताड़ना देकर सही रास्ते में लेकर आते हैं, ताकि प्रभु के बात को गहराई से समझ सके। നമ്മള് 53-ന്റെ 5-ാം വാക്യത്തിൽ उसका वाक्य 5 में हम पढ़ते हैं, 5 पढ़े। परंतु वह हमारे ही अपराधों के कारण घायल किया गया, वह हमारे अधर्म के कामों के हेतु कुचला गया। ഓക്കെ, നരകത്തിൽ പോകുന്ന മനുഷ്യർ അനുഭവിക്കുന്നത് അവര് ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. तो नरक में जो जाएगा उन लोगों ने जो अपराध और गुनाह किया है, अधर्म के काम किए, उसके वजह से वो लोग नरक जाएंगे। അപ്പൊ പാപത്തിന് ശിക്ഷ ദൈവം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കത്തില്ല. इसके लिए पाप, जिस व्यक्ति ने पाप किया है उसका वो पाप का गुनाह का सजा एक व्यक्ति जब जिंदा रहते समय में प्रभु तभी नहीं देगा उसको। ഒരിക്കൽ മരണവും പിന്നെയാണ് ന്യായവിധി. क्योंकि एक बार मृत्यु फिर है, सारे मनुष्य के लिए न्याय नियुक्त करके रखा है। അപ്പം ആളുകൾ നരകത്തിൽ പോകുന്നത് അവർ ചെയ്ത പാപത്തിന്റെ ഫലമായി മരിച്ചു കഴിഞ്ഞിട്ടാണ് അവർ ആ ശിക്ഷ അനുഭവിക്കുന്നത്. तो एक सब लोग जब नरक में जाते समय में उन्होंने किया हुआ पाप के वजह से उसका फल उन लोग नरक में भुगतते जा रहे हैं। നമ്മളത് അനുഭവിക്കാത്തത് നമുക്ക് പകരമായിട്ട് കുഞ്ഞാട് അനുഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ശിക്ഷയില്ലാത്തത്. परंतु हम लोग वो अनुभव नहीं करेंगे, हम लोग नरक में क्यों नहीं जाएंगे? क्योंकि हमारे बदले मेमना ने, प्रभु परमेश्वर का मेमना ने वो सब सह लिया है, वो अपराध उनके ऊपर डाला गया था, जिसके वजह से हम बच गए। അപ്പൊ നമ്മളെ ദൈവം റെസ്റ്റോർ ചെയ്യുന്നത് ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ക്രൂശിലെ മരണം എന്റെ പാപത്തിന്റെ പരിഹാരമാണെന്നുള്ള ഫെയ്ത്ത് യഥാർത്ഥത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം തകരും. इसके लिए जब परमेश्वर जब हमें पुनर्स्थापित करते समय में वो इस आधार पर है कि प्रभु मुझे बचा रहा है, उसका ये आधार पर है कि क्रूस पे प्रभु यीशु मसीह मेरे लिए मरा, मेरे पापों को दुख के लिए सहा करके, ये बात का विश्वास जब मैं करता हूँ तब क्या होता है, हमारे हृदय टूट जाता है और हम लोग उस विषय में हम लोग शोक करते हैं कि प्रभु हमारे लिए कष्ट सहा। അപ്പൊ അതാണ് നമ്മള് സങ്കീർത്തനം 51-ന്റെ 17-18 വാക്യങ്ങൾ വായിക്കുന്നത്, തകർന്ന് നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. इसलिए हम लोग Isaiah 51 में पढ़ते हैं कि वो टूटा हुआ मन को वो टुकराता नहीं। അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഈ കഷ്ടാനുഭവം, इसलिए यीशु मसीह का इस तरह का कष्ट അനുദിനം നമ്മുടെ ജീവിതത്തിൽ ആ കഷ്ടത്തോട് നമ്മൾ ഏകീഭവിക്കണം. അതാണ് നമ്മളെ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നതാണ്. इस कष्टों के साथ हमें प्रतिदिन हमें एक होना है, वो हम लोग फिलिपियों के पुस्तक में पढ़ते हैं। നമ്മൾ അവിടെ വായിക്കുന്നത് എന്താണ്? അതിന്റെ 10-ാം വാക്യം. ഒന്നിന്റെ അല്ലല്ല, ഫിലിപ്പിയ ലേഖനം 3-ന്റെ 10. फिलिपियों का पुस्तक 3 का 10 में हम पढ़ते हैं। നാം 3-ന്റെ 10 വായിക്കുന്നത്. 10 पढ़ेंगे। और मैं उसको और उसके मृत्युंजय के सामर्थ को और उसके साथ दुखों में सहभागी होने के मर्म को जानूं और उसकी मृत्यु की समानता को प्राप्त करूं। അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോടും അവന്റെ മരണത്തോടും എനിക്ക് വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങളോടും ഓരോ ദിവസവും നമ്മൾ ഏകീഭവിക്കണം. ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് താതാത്മ്യം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഉരുകണം ഓരോ ദിവസവും. तो इसके लिए उनका दुखों के साथ और उनका मृत्यु के समानता के साथ हम लोग सबको उसमें समागमन में होना है, उसके साथ सहभागी होना है, एक होना है। ये सब बातें सुनकर हमारा मन का कठोरता को पिघलना है। നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ്. हम लोग परमेश्वर का आराधना भी इसी कारण पे करते हैं कि यीशु मसीह ने हमारे लिए कष्ट सहा। അപ്പൊ മേശയുടെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ ക്രൂശിന്റെ ധ്യാനമുണ്ട്. നമ്മൾ എന്തിനാണ് ക്രിസ്തു കഷ്ടം അനുഭവിച്ചതിന്റെ ഒരു ഓർമ്മ പുതുക്കുന്നു. इसीलिए मेज की उपस्थिति में आते समय में हम लोग वहां पर उस ये कष्ट को हम लोग याद करते हैं, प्रभु ने हमारे लिए क्यों कष्ट सहा, वो बात को दोबारा हम लोग याद करके उसको ताजा करते हैं। അത് കോർപ്പറേറ്റ് ആയിട്ട് സഭയിലുള്ള എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിയും ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്രൂശിനോട് അനുരൂപപ്പെടണം. അതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത്. परंतु वो तो स्वाभाविक, वो हम लोग सब साथ में इकट्ठा होते समय में समूह के साथ सब साथ में मिलकर कलीसिया में मेज की उपस्थिति सब लोग साथ में करने वाला बात है। परंतु उसके अलावा बाकी हफ्ते में, बाकी दिनों में रोज सवेरे उठकर पहला काम हमें उस क्रूस के मृत्यु के साथ हमें एक होना है, सहभागी होना है। അപ്പൊ മനസ്സ് നമ്മുടെ രൂപാന്തരപ്പെടുന്നതിനനുസരിച്ച് ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപമാകി നമുക്ക് തേജസ് വർദ്ധിക്കുകയും ചെയ്യും. तो जितना हम लोग मन को हम लोग समर्पण करते हुए उसको नयापन का अनुभव में लेकर जाता है, उतना हमारा पुनरुद्धान में हमारा महिमा बढ़ेगा। അപ്പൊ നമുക്ക് അവിടെ നമ്മൾ റോമലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളിപ്പോ ജോജോ വായിച്ച ആ വാക്യത്തിന്റെ ഒരു വാക്യമുണ്ട്. हम लोग रोमियो का पुस्तक 8 में अभी जो भाई ने पढ़ा था उसमें हम देखते हैं അതിന്റെ 17-ാം വാക്യം, 8-17. उसका 8 का 17 में हम पढ़ते हैं। 17 पढ़े। और यदि संतान है तो वारिस भी, वरन परमेश्वर के वारिस और मसीह के संग के वारिस है, जबकि हम उसके साथ दुख उठाए कि उसके साथ महिमा भी पाए।
നോക്കുക, നാം കർത്താവിനോട് കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മള് ഒറ്റയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ചല്ല. യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോട് എന്നെ അവകാശിയാക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാക്കി തീർക്കാൻ യേശു അനുഭവിച്ച കഷ്ടത്തോടെ ഞാൻ ഓരോ ദിവസവും ഏകീഭവിക്കണം. तो हम उसके साथ हमें दुख उठाना है। उसका मतलब क्या है कि मैंने कुछ गलती किया जिसकी वजह से मैं सजा उठा रहा हूं, वो नहीं, बल्कि प्रभु यीशु मसीह ने मेरे लिए बचाने के लिए जो कार्य किया है वो बात को प्रतिदिन मैं सोच रहा हूँ, मनन कर रहा हूँ। उस बात पे मेरा मन को मुझे एक करना है। നമ്മളിവിടെ വായിക്കുക, നമ്മളെ മക്കളായി എന്നാണ് വായിക്കുന്നത്. वहां पर हम देखते हैं कि यदि हम संतान है तो हम मतलब बच्चे हो गए हैं। എങ്ങനെ മക്കളായി? हम बच्चे कैसे हो गए, संतान कैसे हो गए? യേശുവിന്റെ കഷ്ടതയാൽ, यीशु मसीह के कष्ट के द्वारा। ഇനി അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് അവകാശമുള്ളത്. तो जिस तरह हमें कष्ट के द्वारा संतान हो गए, उसी तरह हम लोग मिरास भी पाएंगे। നമുക്ക് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ശുശ്രൂഷയ്ക്ക് ചാർജ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്. നമുക്ക് അതൊന്ന് വായിക്കാം. അതായത് അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം. पौलुस को जब प्रभु वहां पर प्रेरित ठहरा कर उसको सेवा के लिए भेजते समय में एक बात वहां पर कहता है, प्रेरितों के कार्य 26वां अध्याय में അതിന്റെ 18-ാം വാക്യം, उसका 18वां वाक्य, അവിടെ എങ്ങനെയാണ് അവകാശം കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. वहां पर किस तरह वहां पर मिरास मिलेगा या सहभागी होंगे करके वहां पर हम पढ़ते हैं। 18 पढ़े कि तो उनकी आंखें खोले कि वे अंधकार से ज्योति की ओर और शैतान के अधिकार से परमेश्वर की ओर फिरे, कि पापों की क्षमा और उन लोगों के साथ जो मुझ पर विश्वास करने से पवित्र किए गए हैं मिरास पाए। ഇവിടെ പറയുന്ന എല്ലാ കാര്യം അവരുടെ കണ്ണ് തുറക്കണം. യേശു ക്രൂശി ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാൻ കണ്ണ് തുറക്കുമ്പോൾ അവർ മക്കളാകും, അവകാശികളാകും, ഫൊർഗീവ്നെസ് കിട്ടും. അവർക്ക് വിശുദ്ധന്മാരുടെ ഇടയിലേക്ക് ഇൻഹെറിറ്റൻസ്, കണ്ടോ, അവകാശം കിട്ടും എന്നുള്ളത്, ഇൻഹെറിറ്റൻസ്. तो इसके लिए सबसे पहला विश्वासियों का क्या होना चाहिए? उन सबका आंखें खुलना चाहिए। जब उनका आंखें खुलेगा तो क्या होगा? उनको ज्योति से, उनको अंधकार से वो लोग ज्योति में आ जाएंगे, शैतान के सामर से वो लोग बच जाएंगे, उनको पापों का उनको क्षमा मिलेगा और उनको पवित्र संतों के साथ, पवित्र लोगों के साथ क्या होगा? जो मिरास की बातें हैं वो क्या है, वो बातें समझ में आएगा। ആ കാര്യമാണ് ഇവിടെ റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിച്ചത്. यही मिरास का बात था। अभी हमने रोमियो का पुस्तक 8 का 17 में हमने पढ़ा। നമ്മൾ എന്താ വായിച്ചത്? उधर हमने क्या पढ़ा? നാം അവന്റെ അവകാശികളും, കണ്ടില്ലേ, നാം അവകാശികളുമാകുന്നു. वहां पर हम देखते हैं कि यदि अगर हम लोग संतान है तो वारिस भी है। ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവാസികളും തന്നെ. पर वरन परमेश्वर का वारिस और मसीह के संगी वारिस। നാം അവനോടുകൂടെ തേസ്കരിക്കപ്പെടേണ്ടതിന്, जब हम उसके साथ उठा लिए जाए, അവനോടുകൂടെ, അതാണ് കഷ്ടമനുഭവം. നമ്മൾ ഫിലിപ്പിയ ലേഖനം 3:10 വായിച്ചില്ലേ? ഞാൻ ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും അവന്റെ കഷ്ടാനുഭവത്തോട് ഏകീഭവിക്കാൻ വായിച്ചു, കണ്ടോ? तो यही बात हमने फिलिपियों का पुस्तक में भी पढ़ा था, ताकि मैं मसीह के साथ उसका दुखों में और उसका मृत्यु में हमें सहभागी हो जाऊं। 3:11 വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:11. फिलिपियों का पुस्तक 3 का 17 और एक बार पढ़ेंगे। फिलिपियों का पुस्तक 3:17 पढ़े। हे भाइयों, तुम सब मिलकर सॉरी ഫിലിപ്പിയർ 3:11. 3 का 11 सॉरी। ताकि मैं किसी भी रीति से मरे हुओं में से जी उठने के पद तक पहुंचूं। ओके, सॉरी, उसका हिंदी में उसका 10 है, और उस सब दुखों में सहभागी हो जाओ, मर्म को जानू और उसका मृत्यु की समानता में प्राप्त करूं। फिलिपियो 3:10 में है। അപ്പൊ നമുക്ക് എല്ലാ ദൈവത്തിന്റെ എല്ലാ ദാനവും നമുക്ക് കിട്ടുന്നത് യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലൂടെയാണ്. इसलिए हमें परमेश्वर का जो भी दान मिल रहा है उसका कारण ये है कि मसीह ने कष्ट सहा, उसके वजह से है। നമുക്ക് കഷ്ടത കിട്ടുന്നതിന്റെ വേറൊരു വശം നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായം ഒന്നുകൂടെ വായിക്കാം. हम लोग इब्रानियों का पुस्तक 2 अध्याय भी हम पढ़ेंगे। അതിന്റെ 10-ാം വാക്യം. इब्रानियों 2 का 10 में 2 का 10 पढ़े। क्योंकि जिसके लिए सब कुछ है और जिसके द्वारा सब कुछ है, उसे यही अच्छा लगा कि जब वह बहुत से पुत्रों को महिमा में पहुंचाए तो उनके उद्धार के कर्ता को दुख उठाने के द्वारा सिद्ध करे। അവിടെ വായിക്കുക. നമ്മളൊന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കിയേ. എന്തുകൊണ്ടാണ് നമുക്ക് തേജസ് കിട്ടുന്നത്? നമുക്ക് തേജസ് കിട്ടാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ കഷ്ടാനുഭവത്തിലാക്കിയെന്നാണ് നമ്മൾ വായിച്ചത്. സകലത്തിലാക്കും, സകലത്തിലും കാരണഭൂതനുമായവൻ. എന്തിനാണ് നമ്മളെ തേജസ്സിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് പുത്രനെ എന്ത് ചെയ്തത്? കഷ്ടാനുഭവങ്ങളിലാക്കിയത്. तो बस ये वाक्यों का अगर स्वाभाविक रीति से पढ़ेगा तो वहां पर देखो, वहां पर क्या लिखा है कि बहुत से पुत्रों को महिमा में पहुंचाने के लिए क्या किया? उद्धार के कर्ता को दुख उठा। यानी यीशु मसीह को क्यों दुख हुआ? ताकि बहुत से बच्चों को, प्रभु के भाइयों को महिमा में पहुंचा, इसलिए उनको दुख दिया है। നമ്മളെ എങ്ങനെ വിശുദ്ധീകരിക്കുന്നത്? हमें कैसा पवित्र करते हैं?
അപ്പം നമുക്ക് സ്വന്തമായിട്ട് എത്ര പവിത്രീകരിച്ചാലും നമ്മൾ ദൈവസന്നിധി വിശുദ്ധരാകത്തില്ല. हम लोग कितना अपने आप को शुद्ध करने का कोशिश करेंगे तो परमेश्वर की उपस्थिति में पवित्र नहीं होंगे. നമ്മൾ എബ്രായ ലേഖനം 13:12 വായിക്കുകയാണ്. इब्रानियों 13:12 में हम पढ़ते हैं. 13:12 पढ़े. इसी कारण ईश्वर ने भी लोगों को अपने ही लहू के द्वारा पवित्र करने के लिए फाटक के बाहर दुख उठाया. അപ്പൊ നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ടാണ് യേശു, അല്ലെ നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ടും കരഞ്ഞത് കൊണ്ടും അല്ല ദൈവം നമ്മളെ യേശുവിന്റെ കഷ്ടതയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ വിശുദ്ധീകരണം സംഭവിക്കും. കാരണം എന്റേതായ വിശുദ്ധീകരണത്തിന് വേണ്ടി ക്രിസ്തു കഷ്ടം അനുഭവിച്ചതിനെ കുറിച്ച് ഏകീഭവിക്കുമ്പോൾ എന്നിൽ ദൈവത്തിന്റെ വർക്ക് നടക്കും, എന്നിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കും. तो इसके लिए मैंने कुछ कष्ट सहा, मैंने दुख सहा, मैं वेदना से गया, उसके वजह से नहीं मेरे अंदर पवित्रता हो रहा है, बल्कि यीशु मसीह ने मेरे लिए कष्ट सहा. ये बात जब विश्वासी लोग मनन करते समय में उनके अंदर पवित्रता का कार्य होता है. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിന്റെ അടിസ്ഥാനം എത്രത്തോളം നമ്മള് വിശുദ്ധീകരണം പ്രാപിച്ചു എന്നതിന്റെ ബേസിലാണ്, എത്ര കഷ്ടം അനുഭവിച്ചു എന്ന ബേസിലല്ല. हमें इसके लिए हमें जो मिलने वाला महिमा जो है वो उस आधार पर रहेगा कितना हम लोग अपने आप को पवित्र कर किया है, उसके आधार पर हमको महिमा मिलेगा. इतना नहीं कि हमने कितना कष्ट सहा उसके हिसाब से महिमा मिलेगा, ऐसा नहीं है, बल्कि कितना अपने आप को पवित्र किया उसके हिसाब से. അപ്പം നമുക്ക് നമ്മളെ പവിത്രീകരിക്കാൻ, വിശുദ്ധരാക്കാൻ, ദൈവം നമ്മളെ മകനെന്ന് വിളിക്കാൻ, ദൈവം നമ്മളെ ഒരു അശുദ്ധിയും കാണാതിരിക്കാൻ, ആരും നമ്മളെ ചോദ്യം ചെയ്യാതെ നമ്മെ നീതീകരിക്കാൻ, ആര് നോക്കിയാലും, സാത്താനോ ലോകമോ പിശാചോ ആര് നോക്കിയാലും ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ വണ്ണം ക്രിസ്തു നമ്മളെ കവർ ചെയ്ത് വിശുദ്ധീകരിക്കാൻ കഷ്ടം അനുഭവിച്ചത് കാരണമായതുപോലെ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിന്റെ വർധനവ് വർദ്ധിക്കുക. നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ തേജസ്സിൽ നമ്മൾ കുറവുള്ളവരായി തീരുന്നു. तो हमें पवित्र करने के लिए, हमें निष्कलंक करने के लिए, हमें एकदम पवित्र ठहरा के रखने के लिए, ताकि कोई भी दोष ना उठाए, शैतान हमारे ऊपर उंगली ना उठाए, संसार हमारे ऊपर उंगली ना उठाए, ये सब बातें करने के लिए प्रभु यीशु मसीह था जो हमारे लिए कष्ट सहा और दुख वेदना से गया. ये बात को जब हम मनन करते समय में हमें महिमा का कारण मिलता है. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കഷ്ടത കൊണ്ട് വിശുദ്ധി പ്രാപിച്ചവരെയാണ് ദൈവം മക്കൾ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മള് നേരത്തെ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 2:10-11 കൂടെ ചേർന്ന് വായിക്കുമ്പോൾ ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ തേജസ് പ്രാപിക്കുന്നത്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ് ദൈവം നമുക്ക് പിതാവായെന്ന് അടുത്ത വാക്യം വായിക്കുന്നത്, അതിന്റെ 11ാം വാക്യം. तो इसके लिए इब्रानियों का पुस्तक 2:10 और 11 जब पढ़ते समय में वहां पर हम एक बात क्या देखते हैं, हमें पुत्र होने का कारण क्या है. यीशु मसीह ने कष्ट सहा, वो है 10 में हमने पढ़ा. तो हम लोग पुत्र हो गए क्योंकि यीशु मसीह के कष्ट की वजह से हम लोग पुत्र हो जाने का और विराज का प्राप्ति का वो कष्ट के द्वारा है हम शुद्धिकरण पा रहे हैं. उसी तरह 11 वाक्य में पढ़ते यीशु मसीह के कष्ट के वजह से परमेश्वर हमारा पिता भी बन जाता है. കാരണം നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി തികച്ചും തെറ്റാണ്. കാരണം നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും കഷ്ടത അനുഭവിക്കുന്നത്. तो ये गलत फहमी है कि मैं कष्ट सहे, मैं खुद अगर कष्ट सहेगा तो मैं अपने आप में मैं पवित्र हो रहा हूँ, मैं शुद्ध हो रहा हूँ. वो एक गलत उपदेश है, गलत बात है. क्योंकि मैं कष्ट क्यों सह रहा हूँ, क्योंकि मैंने कुछ गलती किया, उसके वजह से मुझे ताड़ना मिल रहा है. वो ताड़ना मेरे लिए कष्ट है बोलकर उससे कुछ होगा बोल के वैसा नहीं है. प्रभु का कष्ट सहने की वजह से मुझे पवित्रता ही मिलता है. യേശു ക്രിസ്തു എങ്ങനെയാണ് കഷ്ടം അനുഭവിച്ചത്? यीशु मसीह कैसा कष्ट सहा? കുറ്റം ചെയ്തിട്ട് കഷ്ടം സഹിച്ചതല്ല. वो कोई गलती करके या आरोप करके सजा पाप कर नहीं उसने करने की वजह से कष्ट सहा, ऐसा नहीं है. അതുകൊണ്ടാണ് എന്നേക്കും നിത്യകാലത്തോളവും അല്ലെങ്കിൽ ലോകം ഇനിയും ദൈവമുള്ള കാലത്തോളം യേശുവിന്റെ കഷ്ടത്തിന് വിലയുണ്ട് ദൈവസന്നിധി. इसीलिए यीशु मसीह का कष्ट का खासियत है, जब तक परमेश्वर जिंदा है, जब तक परमेश्वर का अस्तित्व है, जब तक युगानुयुग तक यीशु मसीह का कष्ट का मूल्यता रहेगा. അപ്പൊ നമുക്കൊരു അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന രീതിയിലാണ് യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചത്. क्योंकि वो परमेश्वर के लिए था यीशु मसीह कष्ट सहा, ऐसा हो जाएगा. കാരണം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലാണ് യേശു കഷ്ടം അനുഭവിക്കുന്നത്. കാരണം ദൈവം അത് സൂക്ഷിച്ചു നോക്കുകയാണ്, അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്, കഷ്ടം അനുഭവിക്കുന്നത് സ്വയം ഉണ്ടോ, സ്വയം രക്ഷപ്പെടാൻ ഉള്ള എന്തെങ്കിലും ട്രിക്ക് ചെയ്തിട്ട് അബദ്ധത്തിൽ വീണതാണോ. അപ്പം മൃഗത്തെ തൊലി ഇരിഞ്ഞ് നോക്കുന്നത് പോലെ യേശു കംപ്ലീറ്റ് ശോധന ചെയ്യപ്പെട്ട രീതിയിൽ കുറ്റം അനുഭവിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കുറ്റാരോപണത്തിൽ യാതൊരു തെറ്റും ദൈവസന്നിധിയിൽ ഇല്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയ യാഗത്തിന് മാത്രമേ നമുക്ക് ഗ്ലോറി കൊണ്ടുവരാൻ കഴിയുള്ളൂ. यीशु मसीह कष्ट सहते समय में वो कष्ट अपने लोगों के लिए वो सहा है, इसलिए और वो कष्ट यीशु मसीह
हमारे लिए वो कष्ट पिता की उपस्थिति में वो सह रहा था, और पिता की उपस्थिति में पिता उसको क्या देख रहा था, परख रहा था, जांच रहा था कि लोगों को कष्ट सहते समय में कुछ कुड़कुड़ा रहा है क्या, परमेश्वर के विरुद्ध कोई कार्य कर रहा है क्या। जैसा एक मेमना को वध करने से पहले उसका चमड़ा वध करने समय उसका चमड़ा निकाल कर उसको अलग करके देखता है, उसका बाल निकाला जाता है, देखता है कि उसमें कुछ गलती है क्या नहीं, उसी तरह परमेश्वर ने उसको परखा और जांचा, फिर वो योग्य ठहरा, जिसके वजह से वो भाई अपने भाइयों के लिए वो कष्ट सहकर उनका उद्धार का कारण बना। കാരണം ക്രിസ്തുവിന്റെ കഷ്ടത ദൈവസന്നിധിയിൽ സുഗ്രാഹി യാഗമായി തീർന്നു. ദൈവം അത് പ്രസാദിച്ചു. കാരണം മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ, മനുഷ്യന്റെ പാപികളുടെ പേര് സ്വർഗത്തിൽ എഴുതാൻ, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാൻ ഒക്കെയും യേശുവിന്റെ കഷ്ടത കൊണ്ട് സാധിച്ച കാര്യങ്ങളാണ്. क्योंकि यीशु मसीह का कष्ट जो और वेदना और मृत्यु जो है वो परमेश्वर की उपस्थिति में एक सुगंध बन गया, क्योंकि परमेश्वर ने देखा कि यीशु मसीह का कष्ट और मृत्यु ही है लोगों का पाप को क्षमा करने का सामर्थ्य रखता है। അപ്പോൾ ആ കഷ്ടത്തോട് നമ്മൾ ഓരോ ദിവസവും ഏകീഭവിക്കണം, നമ്മുടെ കഷ്ടത്തോട് ഏകീഭവിക്കുകയല്ല. इसलिए हमें वो मसीह का कष्ट के साथ प्रतिदिन हमें एक होना है, हमारे कष्ट के साथ हमें सहभागी नहीं होना है। നമ്മള് 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. पहला पत्रोस 2:20 भी हम पढ़ेंगे। पहला पत्रोस 2:20 पढ़े। क्योंकि यदि तुमने अपराध करके गुस्से करो और धीरज धरा तो उसमें क्या बड़ाई की बात है, पर यदि भला काम करके तो कुटाते हो और धीरज रखते हो तो यह परमेश्वर को भाता है। അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? तो इसलिए हमारा कष्ट में क्या प्रभु परमेश्वर भाता है क्या? അത് മറ്റുള്ളവർക്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. तो वो दूसरों के लिए लाभ होता है क्या, वो प्रभु देखता है। അങ്ങനെയുള്ള ഒരു കഷ്ടതയ്ക്ക് മാത്രമേ തേജസ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. इस तरह का कष्ट में ही महिमा उत्पन्न कर सकता है। അത് നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ ആ റിപ്പോർട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. യേശുവിന്റെ കഷ്ടങ്ങൾക്കുള്ള വാല്യൂ എന്റെ കഷ്ടങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലെന്നും അതെന്റെ അബദ്ധങ്ങളാണെന്നും നമ്മൾ മനസ്സിലാക്കി. കാരണം പാപത്തിലാണ് നമ്മൾ ഒരു പാപിക്ക് എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം കഷ്ടം അനുഭവിക്കാൻ പറ്റും. तो ये बात को हमें अंगीकार करना है कि हे प्रभु पिता परमेश्वर, यीशु मसीह का कष्ट कोई मूल्यता है, मेरा कष्ट को कोई मूल्यता नहीं है। यीशु मसीह का कष्ट के द्वारा ही हमें छुटकारा और पाप का सब बातों का छुटकारा और सुधार हमें मिल रहा है, हमारा से कुछ फायदा नहीं है। एक पापी कष्ट सहने से परमेश्वर को क्या लाभ होगा उसमें। അവിടെ നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, पहला पत्रोस 2:19 में हम पढ़ते हैं। पढ़े। क्योंकि यदि कोई परमेश्वर का विचार करके अन्याय से दुख उठाता हुआ കണ്ടോ ആ വാക്യം കണ്ടോ? ദൈവത്തെ കുറിച്ചുള്ള ഇതാണ് യേശു ചെയ്തത്. तो ये परमेश्वर, यदि कोई परमेश्वर को विचार करके, ये था यीशु मसीह ने किया। അങ്ങനെ അതുകൊണ്ടാണ് യേശുവിന് വേണ്ടിയല്ല കഷ്ടം അനുഭവിച്ചത്. क्योंकि यीशु ने यीशु के लिए नहीं कष्ट सहा, നമ്മളെ കഷ്ടം അനുഭവിക്കാൻ നമുക്ക് വേണ്ടിയാ. നമ്മളെ ഓരോ കഷ്ടം അനുഭവിച്ചാൽ അത് എല്ലായിടത്തും പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് നമ്മൾ നടക്കും. കാരണം ഞാൻ ഒരുപാട് കഷ്ടം അനുഭവിച്ചു. हम लोग कष्ट सहते हैं अपने लिए, और फिर क्या दुनिया भर में लोगों को बोलकर फिरते, देखो मैंने कष्ट सहा प्रभु के लिए, मैं कष्ट सहा, मैंने ये किया बोलकर सब जगह पर गवाही देकर घूमते हैं। എന്നാൽ യേശു ക്രിസ്തു അവന്റെ കഷ്ടങ്ങളിൽ പോലും പ്രശംസിച്ചില്ല, അവനിൽ തന്നെ അവൻ പ്രസാദിച്ചില്ല. परंतु यीशु मसीह जब कष्ट में जाते समय में वो कष्ट में भी उन्होंने कभी प्रशंसा नहीं लिया, क्योंकि उनको कभी भी उनका खुद का कष्ट में इस तरह का स्वयं प्रशंसा नहीं किया। അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു എത്രമാത്രം പ്രശസ്താണ്. നമുക്ക് എല്ലാ അനുഗ്രഹവും കിട്ടിയിരിക്കുന്നത് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. അവൻ കഷ്ടപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടം. അതാണ് നമ്മുടെ ഇതായിരിക്കും. നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ റോമലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. इसीलिए हम लोग देखते हैं कि प्रभु यीशु मसीह का कष्ट इतना मूल्यता है, उस बात को हमें यीशु मसीह के बारे में हमें समझना है। रोमियो का पुस्तक 4 में हम पढ़ते हैं, അതിന്റെ 24 उसका 24 में हम पढ़ते हैं, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു. എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. 24-25 पढ़ना। वरन हमारे लिए भी जिनके लिए विश्वास धार्मिकता गिना जाएगा, अर्थात हमारे लिए जो उस पर विश्वास करते हैं, जिसने हमारे यीशु को मरे हुओं में से जिलाया, वह हमारे अपराधों के लिए पकड़वाया गया और हमारे धर्मी ठहरने के लिए जिलाया भी गया। तो ये प्रभु हमारे अपराधों के लिए पकड़वाया जाकर वो मरकर और फिर हमारा धर्मी ठहराने के लिए वो जी उठा है। इसलिए प्रभु यीशु मसीह का पुनरुत्थान हुआ, ताकि वो हमें स्थापना कर सके, इस बात का धर्मी ठहराने का अवस्था में लेकर आने के लिए वो जी उठा है। നമ്മൾ മരിച്ചു ഉയർന്ന സ്വർഗത്തിൽ ചെന്ന് നമ്മുടെ കഷ്ടങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല. കാരണം യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ എന്നും പ്രശംസാ വിഷയമാണ്.
हम लोग आज कष्ट सहकर अगर आज हम लोग मर जाते हैं और कल पुनरुद्धान होकर परमेश्वर की उपस्थिति में खड़ा रहेगा तो हमारा कष्ट का कोई भी मूल्यता स्थान वहां पर अस्तित्व नहीं रहेगा। परंतु यीशु मसीह मरकर पुनरुद्धान होने की वजह से क्या है, वो कष्ट सहकर मरना है तो उनका कष्ट और मूल्यता वहां पर गवाही देगा। उनका कष्ट सदा जीता है, वो वहां पर रहेगा, उसका कष्टता का मूल्यता है। പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ പിതാവായ ദൈവം കഷ്ടങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ വിലയെ നമ്മള് പിന്നെയും പിന്നെയും അറിയുകയാണ്. ഓരോ ദിവസവും ആ കഷ്ടാനുഭവങ്ങളോട് നമ്മൾ ഏകീഭവിക്കണം. ഫിലിപ്പിയ ലേഖനം 3:11 എപ്പോഴും പൗലോസിന്റെ ജീവിതം മുഴുവൻ അതായിരുന്നു. इसलिए प्रिय फिलिपियों का पुस्तक 3:11 के अनुसार जैसा हमने पढ़ा, 10 का आखिरी में हिंदी में हम पढ़ते हैं कि पौलुस का जीवन में प्रतिदिन वो हमेशा प्रभु का दुख में, मसीह का दुख में और उनके मृत्यु के समानता में सहभागी होता रहता था। यही हमारा मसीह जीवन में हमें होना है, जैसा पौलुस भी प्रतिदिन यही करता था। നമ്മൾ ജയിലിൽ കിടക്കുകയോ നമുക്ക് ആഹാരമില്ലാതെയോ അങ്ങനെ എല്ലാ രീതിയിലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നമ്മളല്ല, ക്രിസ്തുവിന്റെ കൃപയാൽ അത്രേ. പൗലോസ് പറയുന്നത്, ഞാൻ ഓടി, എല്ലാവരേക്കാൾ ഓടി, എല്ലാവരും അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല, ക്രിസ്തു അത്രയെന്നാ പറയുന്നത്. तो इसलिए अगर हम लोग थोड़ा कष्ट सह लिया, जेल में चला गया, तकलीफ और वेदना में हो गया बोलकर, उसमें हमारा महिमा नहीं है, बल्कि हमें कहना है कि ये मसीह के खातिर है, मसीह के लिए है बोलकर समर्पण करना है, उसका अनुग्रह है करके बोलकर समर्पण करना है। क्योंकि पौलुस भी ऐसा था। पौलुस कहता है कि मैं बाकी लोगों से सबसे ज्यादा दौड़ा, ज्यादा मैंने कष्ट सहा, ज्यादा वेदना किया, परंतु वो मैं नहीं, मसीह का महिमा के लिए और उनका अनुग्रह से है ये सब हुआ है करके पौलुस ने गवाही दिया। ദൈവം പറയുന്നത് നമ്മുടെ കഷ്ടങ്ങളെ മറക്കാനാ പറയുന്നത്. प्रभु कहता है कि हमारा कष्टों को भूल जाना है। ഒരുപാട് കഷ്ടം സഹിച്ച ആളാണ് പൗലോസ്. പക്ഷെ പൗലോസ് പറയാണ്, എല്ലാം ഞാൻ പിമ്പിലുള്ളതെല്ലാം മറന്നു. पौलुस तो सबसे ज्यादा कष्ट सहने वाला व्यक्ति था, परंतु पौलुस क्या बोलता है कि मसीह को प्राप्त करने के लिए पिछले बातों को सब मैं भूल जाता हूँ। ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നമുക്ക് തേജസ് തരാൻ കഴിഞ്ഞു. इसलिए मसीह का कष्ट को हमें महिमा देने का कारण बना। ആ ദൈവിക സത്യങ്ങളോട് നമ്മൾ അനുരൂപപ്പെട്ട് ഓരോ ദിവസവും ക്രിസ്തു മൂലം ദൈവത്തിന് മഹത്വം വരണം. इसलिए हमें उस कष्ट जो प्रभु ने हमारे लिए सहा है, वो बात को हमें मनन करते हुए हमें अपना समर्पण करना है ताकि प्रभु को महिमा मिले। സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ക്രിസ്തുവിന്റെ കഷ്ടമാണ് അവിടെ പ്രഘോഷിക്കുന്നത്. ആരാധനയുടെ അടിസ്ഥാനം, കുഞ്ഞാടിയെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി, ഇതൊക്കെയാണ് ആരാധന വിഷയം. तो स्वर्ग में जाने के बाद भी देखो उधर प्रभु का कष्ट का और कष्ट जो सहा है वही वहां पर आराधना रहेगा। जैसा हम लोग प्रकाशित वाक्य 5 में हम पढ़ते हैं, मेमना तू वध हुआ, तू मेहनत किया, तू कष्ट सहा, ये बातें स्वर्ग में तभी भी आराधना ही चल रहा है उधर। നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങളൊന്നും ഓർക്കത്തില്ല, അതിനൊന്നും വാല്യൂ ഇല്ല. हम लोग वहां पर मरकर स्वर्ग में जाने के बाद हमारा कष्ट का कोई मूल्यता नहीं रहे, क्योंकि वहां पर अपना कष्टों को हम याद भी नहीं करेंगे। എന്നാൽ യേശുവിന്റെ കഷ്ടങ്ങൾക്ക് परंतु यीशु मसीह का कष्ट को ഒരു നിത്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. यीशु मसीह का कष्ट को स्थिर रहने वाला है, सदा रहने वाला है, इसके उस कष्टता के बलबूते में हमें प्रभु ने स्वर्ग में स्वीकारा है। നമുക്ക് നമ്മളെ കർത്താവ് ജോജി സഹോദരന് ആ ഒരു വിഷയം നല്ലൊരു വിഷയമാണ്. അത് നമ്മുടെ ചിന്താ വിഷയമാകട്ടെ നമുക്ക് എല്ലാവർക്കും. इसलिए जैसा भाई ने इस विषय में बात किया था, उस विषय को हम लोग प्रतिदिन हमारा मन में रखकर हमेशा यही हमारा विचार बने रहे। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। പ്രാർത്ഥിക്കാം.